ദിലീപിനെ കുടുക്കിയതാണെന്നുള്ള സംശയം വളരെ ശക്തമായിട്ട് ഇവിടെയുണ്ട്. കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ദിലീപിനെ എന്തിന് ഗൂഢാലോചന കേസിൽ കുടുക്കി എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു? ഇത് കൃത്യവും ശക്തവുമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. നമ്പിനാരായണന്റെ കേസ് പോലെ, ISRO ചാരക്കേസ് പോലെ ദിലീപിനെ കുടുക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസിന് സമാനമായി തന്നെ ഇത് CBI അടക്കം അന്വേഷിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ദിലീപിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാവും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതായത് പോലീസുകാർ കൃത്രിമമായി വ്യാജ തെളിവുണ്ടാക്കി ഫാൾസ് എവിഡൻസ് എന്ന് പറയുന്നത് നിർമ്മിച്ച് കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഇതിന് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. അതിനായിട്ട് IPCയിലെ വിവിധ വകുപ്പുകൾ ഉപയോഗിക്കാം, BNS ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ BNSൽ അതുപോലത്തെ വകുപ്പുകളുണ്ട്. കാരണം ഇത് IPC നിലനിന്നിരുന്ന സമയത്തുള്ളതായതുകൊണ്ട് തന്നെ, അപ്പോഴുള്ള പഴയ കേസായതുകൊണ്ട് ആ വകുപ്പുകളാണ് കേസ് കൊടുക്കാൻ കഴിയുക. കേസ് പഴയതായതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് IPC ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വ്യാജ തെളിവുണ്ടാക്കൽ, അതിന് IPC 193 പ്രകാരം ജുഡീഷ്യൽ നടപടികളിൽ ഉപയോഗിക്കാൻ വേണ്ടി വ്യാജ തെളിവുണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണിത്. അതായത് നിയമപരമായി ഒരാളെ കുറ്റക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളത് വലിയ കുറ്റമാണ്. അത് പ്രധാനപ്പെട്ട വകുപ്പാണ് IPC 193. പിന്നെ IPC 194 വധശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ ഒരാൾക്ക് ശിക്ഷ, അതായത് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഫാബ്രിക്കേറ്റ് ഉണ്ടാക്കുന്നു, അതായത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ IPC 195 ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റത്തിന്, ഉദാഹരണം ബലാത്സംഗം, ഗൂഢാലോചന, അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തി ഒരാളെ ജയിലിലടയ്ക്കാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് കോടതിയിൽ തെളിവ് സമർപ്പിക്കുന്നത്. ഇതാണ് ദിലീപിൻ്റെ കേസിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വകുപ്പ് 195 IPC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി ദിലീപിന് കേസ് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വകുപ്പുകളുണ്ട്. IPC 166, 167 ഒരു ഉദ്യോഗസ്ഥൻ ബോധപൂർവം നിയമം ലംഘിച്ച് ഒരാൾക്ക് ദോഷമുണ്ടാകുന്ന തരത്തിൽ തെറ്റായ രേഖകൾ ചമയ്ക്കുകയാണെങ്കിൽ അതിൽ IPC 166, 67 പ്രകാരം കേസെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ IPC 211 ഒരാൾക്കെതിരെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിമിനൽ കേസ് കൊടുക്കുകയോ കുറ്റം ചുമത്തുകയോ ചെയ്യുന്നത് IPC 211 പ്രകാരവും കുറ്റകരമാണ്. അതുപോലെ തന്നെ കുറ്റക്കാരായ ഈ പോലീസുകാർക്ക് ശിക്ഷയും ലഭിക്കും. ഇത്തരത്തിലുള്ള തെറ്റായ നടപടി എടുത്തവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള നടപടി വരുമെന്നാണ് അതിന് നിയമത്തിൽ വകുപ്പുകൾ പറയുന്നുണ്ട്. അതായത് ജീവപര്യന്തം കേസിൽ കുടുക്കിയാൽ IPC, അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൽ, ഉദാഹരണത്തിന് ദിലീപിനെ കുടുക്കിയ കേസിൽ വ്യാജ തെളിവുണ്ടാക്കിയതാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ജീവപര്യന്തം തടവ്, അല്ലെങ്കിൽ 7 വർഷം ശിക്ഷയോ, അത് 7 വർഷം മുതൽ ജീവപര്യന്തം വരെയും ഉള്ള ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സാധാരണ കേസുകളിൽ IPC 193 7 വർഷം വരെയുള്ള തടവുകളാണ്. അതായത് ഈ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാനുള്ള കുറ്റത്തിനല്ല വ്യാജ തെളിവുണ്ടാക്കിയതെങ്കിൽ 7 വർഷം വരെയും ശിക്ഷ ലഭിച്ചേക്കും എന്നുള്ളതാണ് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ, ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി നഷ്ടപ്പെടും. ക്രിമിനൽ കേസ് തെളിയിക്കപ്പെട്ടാൽ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റദ്ദ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കഴിയും, ഗൂഢാലോചന നടത്തിയ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കഴിയും, അവരുടെ പെൻഷൻ റദ്ദാക്കാൻ കഴിയും. അങ്ങനെ കൃത്യമായ നടപടി അവർക്കെതിരെ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ പോലീസിന് അപ്പോൾ ഇമ്മ്യൂണിറ്റി ഇല്ല, അവർ കേസ് അന്വേഷിച്ചതല്ലേ എന്ന് പറയുകയാണെങ്കിൽ സാധാരണഗതിയിലുള്ള കേസ് അന്വേഷണത്തിന് യാതൊരു കുഴപ്പമില്ല. പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയും കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി ആ തെളിവുകളാണ് സമർപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഗൂഢാലോചന നടത്തിയാൽ, കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയാൽ അത് കുറ്റകരം തന്നെയാണ്. അതിന് 197 CRPC, അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ സർക്കാരിന് മുൻകൂർ അനുമതി വേണം. ഇത് പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഒരു കവചമായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ വ്യാജ തെളിവുണ്ടാക്കുക, ഗൂഢാലോചന നടത്തുക എന്നിവ ഔദ്യോഗിക അന്വേഷണത്തിൻ്റെയോ കൃത്യനിർവഹണത്തിൻ്റെയോ ഭാഗമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതി വിധികൾ ഇതിനെ പറ്റിയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവീന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിനകത്ത് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ പറയുന്നുണ്ട്. ആ കേസിൻ്റെ വിധിയിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വ്യക്തിവിരോധം തീർക്കാനോ ഗൂഢാലോചന നടത്തിയോ ആണ് കേസിൽ കുടുക്കിയതെങ്കിൽ അവർക്ക് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും കിട്ടുകയില്ല.
അപ്പോൾ ഇതിനെങ്ങനെയാണ് ദിലീപിന് ഇനി പരാതി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. പോലീസുകാർക്കെതിരെയുള്ള പരാതിയാണ്. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാർ എനിക്കെതിരെ ഗൂഢാലോചന ചെയ്തു ഇതാ പരാതി എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ കഴിയും. കാരണം ഇത് ഒരു മനുഷ്യാവകാശ ലംഘനം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 340 CRPC പ്രകാരം ഒരു ഹർജി നൽകാൻ കഴിയും. അത് കോടതിക്ക് പ്രാഥമിക അന്വേഷണത്തിൽ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയായിട്ട് നൽകപ്പെടും. അങ്ങനെയാണെങ്കിൽ ദിലീപിൻ്റെ കേസ് പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. ആ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുക, പരിശോധിക്കുക, അതിൻ്റെ വിചാരണകളൊക്കെ നടത്തുക, കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതുപോലെ തന്നെ ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട്, കരിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ട് കേന്ദ്ര ഏജൻസികളെ തിരഞ്ഞെടുക്കാൻ വരെ ദിലീപിന് കഴിയും. CBI അന്വേഷണം വരെ ആവശ്യപ്പെടാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിയമവശാൽ ദിലീപിന് കോടതിയെ സമീപിച്ച് CBI അന്വേഷണം പോലും ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാൻ കഴിയും. അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ദിലീപിനെ കുടുക്കാൻ ശ്രമിച്ചവരെല്ലാം തന്നെ പെടും. അതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ പെടും. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, റിട്ടയറായ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ അടക്കം റദ്ദ് ചെയ്യാൻ കഴിയുന്ന വകുപ്പുകൾ ഇതിനകത്തുണ്ട്. അതീവ ഗൗരവമുള്ളതാണ്. കാരണം ദിലീപ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല. അയാൾക്ക് സാധാരണക്കാർക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഒപ്പം അയാൾ എന്ന് പറയുന്നത് ഒരു വലിയ നടനാണ്, ഒരു കഴിവുള്ള ഒരു കലാകാരനാണ്. അത്രയും വലിയൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 8.5 വർഷം, ഇപ്പോൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടുമ്പോൾ 8.5 വർഷം ഇല്ലായ്മ ചെയ്തതിന് ഇവിടെ മറുപടി പറയേണ്ടി വരും. ഇത് മനുഷ്യാവകാശ ധ്വംസനമാണ്. ഒരാളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതാണ്. അയാളുടെ കുടുംബത്തിനെ, അയാളുടെ പ്രശസ്തിയെ, അയാളുടെ സൽകൃത്യങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് അതിക്രൂരമായ ഒരു കേസ് തലയിൽ കെട്ടിവെച്ചു. അതും ഗൂഢാലോചന കേസ്, ബലാത്സംഗത്തിൻ്റെ ഗൂഢാലോചന കേസ് എന്നത് ഇല്ലായ്മ ചെയ്യാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ദിലീപിന് ആരോപിക്കാൻ കഴിയും. അത് അന്വേഷിക്കാൻ കഴിയും. അത് കോടതിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നടപടി, ഇത്തരത്തിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരെല്ലാം തന്നെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ദിലീപ് ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവർ മുഴുവൻ അഴിക്കുള്ളിലാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ദിലീപ് ഈ കേസ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. എങ്കിൽ മാത്രമേ ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കപ്പെടുകയുള്ളൂ. ദിലീപിനെ കുടുക്കാൻ ശ്രമിച്ച അധികാരത്തിലുള്ളവർ, പോലീസുകാർ, അതിന് പുറത്തുള്ളവർ, മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിനകത്ത് ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ കോടതിയിൽ ഇതിൻ്റെ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗൂഢാലോചന നടത്തിയവർക്ക്, ദിലീപിനെ പെടുത്താൻ നോക്കിയവർക്കെല്ലാം തന്നെ കൃത്യമായ മറുപടി നൽകേണ്ടി വരുമെന്നുള്ളത്, പറയേണ്ടി വരുമെന്നുള്ളത് ഈ പറയുന്ന വകുപ്പുകളിൽ നിന്ന്, കേസിൽ നിന്ന് നമുക്ക്, ഇല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ നിരന്തരമായി വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തകൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ആ പിന്തുണ നിങ്ങൾ സബ്സ്ക്രിപ്ഷനിലൂടെയാണ് ഞങ്ങളോട് അറിയിക്കേണ്ടത്. ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ എത്തിക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക.